ിലേക്ക് നീങ്ങാൻ സമയം നീണ്ടുപോയി. അത് മോശമായൊന്നും പറഞ്ഞിട്ടില്ല. ചില അവസരം അങ്ങനെ ആയിപ്പോന്നു. നിങ്ങളെ പെരുത്താക്കണേ. തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഞങ്ങളെ ഒന്ന് ഒരു തുടങ്ങുന്നുണ്ട്. ഇതുകൊണ്ട് സ്വാഗതം പറയാൻ നജീബ് അവറുകളെ ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. افتح علينا يا جواد يا كريم. الحمد لله. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി വളരെ സന്തോഷകരമായ ഒരു സൂചനത്തിലാണ് നാം ഉള്ളത്. കാരണം പ്രത്യേകിച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. റബീഉൽ അവ്വൽ മാസം നമുക്കറിയാം, ഫറബീഉൽ അവ്വൽ മൻബഉൽ ഖൈറാത്ത് وربيع القلوب وشهر المكرمات. فمن كان مخلصا في حب هذا النبي الكريم صلى الله عليه وسلم عظم ذلك الشهر غاية التعظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് അതിന്റെ ഹഖായ രൂപത്തിൽ പഠിക്കുന്ന ഒരു സദസ്സ്, ആ ഒരു സദസ്സിലുമാണ് നാം ഉള്ളത്. നാം ഇന്ന് ഒത്തുചേർന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനും ആ തങ്ങളെ കുറിച്ച് കേൾക്കാനുമാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നിച്ച് നമ്മയും നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നാം ഇന്ന് ഒത്തുചേർന്നത് ഒരു പുസ്തക പ്രകാശന കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. മഹാനായ ഉസ്താദ് അവറുകൾ പല സന്ദർഭങ്ങളിലും നമ്മോട് ഉപദേശിച്ചതും ഒക്കെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് നബിതങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ. ഇന്ന് നമുക്കറിയാം, മൗലിദ് സദസ്സുകൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് നടക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ 1 മുതൽ തുടങ്ങി നമുക്കറിയാം. തുടക്കത്തിൽ തന്നെ പള്ളികളും മറ്റ് സ്ഥലങ്ങളൊക്കെ മദ്രസകളൊക്കെ അലങ്കരിച്ച് വർണ്ണശബളമായ ലൈറ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ അലങ്കരിച്ച ഈ ഒരു സാഹചര്യം. എന്നാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ആ ഹബീബായ നബിതങ്ങളെ കുറിച്ച് പഠിക്കലാണ് നമുക്ക് വേണ്ടത്. എന്നാലാണ് അതിന് യഥാർത്ഥ മഹബത്ത്, നബിതങ്ങളുടെ മഹബത്ത് നമുക്ക് കൽബിൽ വരുന്നത്. അപ്പോ ആ ഒരു മഹബത്ത് ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു സംരംഭം നബിതങ്ങളുടെ റിസാലത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്, നബിതങ്ങളോടുള്ള കടമകൾ നമുക്ക് എന്തൊക്കെയാണ്. ഇപ്പോ ഉസ്താദ് സാധാരണ പറയാറുണ്ട്, ഒരു മുസ്ലിമായ വ്യക്തി നമ്മളോട് വന്ന് ചോദിക്കാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ് എന്നാണല്ലോ നിങ്ങളുടെ വാദം, എന്നാൽ അതിന് എന്താണ് തെളിവ് എന്ന് നിങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ തെളിവ് കൊടുക്കുക? നമ്മൾ ഉപ്പ പറഞ്ഞു എന്നാണോ, ഉസ്താദ് പറഞ്ഞു എന്നാണോ, എന്താണ് ഇതിന് തെളിവ് കൊടുക്കുക? തെളിവ് കൊടുക്കണമല്ലോ ഒരു മുസ്ലിമായ വ്യക്തി. മുഹമ്മദ് നബി ഞങ്ങൾ നബിയെ അംഗീകരിക്കണമെങ്കിൽ ഒരു തെളിവ് എന്ന് ചോദിച്ചാൽ, ഹഖാരൂപത്തിൽ അറിയാൻ വേണ്ടി ചോദിച്ചാൽ തെളിവ് കൊടുക്കണമല്ലോ. അപ്പോ ഈ നാം ചെല്ലുന്ന മൗലിദ് കൊണ്ടും ഇതുകൊണ്ട് നമുക്ക് ആ തെളിവ് കിട്ടുന്നില്ല. യഥാർത്ഥ രൂപത്തിൽ നമ്മളെ കുറിച്ച് പഠിക്കണം. അപ്പോ അതിനുള്ള ഹുജ്ജത്തുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഒരു ലളിതമായ രൂപത്തിൽ വിശദീകരിക്കുന്ന ഒരു ബുക്കാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്.
ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു മത്തിനാണ്. അതിനൊരുപാട് ഷറട്ട് നാം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് ഇൽമിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അറിയാത്തത് പുസ്തകങ്ങൾ പോലെ അറിയുന്നവർ ചോദിക്കാനും മടിക്കരുത്. കാരണം അത് വിശദീകരിച്ച് അതിൽ കൊടുക്കുന്നില്ല, കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതൊന്ന് വിശദീകരിച്ച് നബിക്കാരന് അടുത്തൊരു സംരംഭത്തിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ ഈ ഒരു പരിശുദ്ധമായ സദസ്സിലേക്ക് നമുക്ക് ഈ പുസ്തക പ്രകാശനത്തിന് നമുക്ക് കിട്ടിയത് മഹാനായ അലി ബഅലവി തങ്ങൾ, ദാറുൽ ഹസനാത്തിലെ പ്രിൻസിപ്പാളാണ് മഹാനവറുകൾ. അതുപോലെ നിറസാന്നിധ്യമായി നമുക്ക് ലഭിച്ച മറ്റു 2 സയ്യിദന്മാരാണ് സയ്യിദ് അൽ മഷൂർ എംബിച്ചി കോയത്തങ്ങൾ വളവട്ടണം, അതുപോലെ നമ്മളെല്ലാമായ മഹാനായ സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ ഇടിപ്പാലം. അതുപോലെ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ബഷീർ ഉസ്താദ്, സറാജുദ്ദീൻ അരമി ഉസ്താദ്, നവാസ് ഉസ്താദ്, ഒരുപാട് പണ്ഡിതർ സദസ്സിലുണ്ട്. നമ്മുടെ ഇഖ്വാനികൾ എല്ലാവരും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷനെ ഇവിടെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞുപോയി. പിന്നെ പ്രകാശന കറവും അതൊന്നും ആർക്കായിട്ട് വാങ്ങുന്ന ആൾ ഇബ്രാഹിം അജിയ ആ ആയിക്കോട്ടെ. ഇബ്രാഹിം അജി അത് എടുക്കുക. കഴിഞ്ഞാൽ ഈ തങ്ങൾ നമ്മുടെ ഡോക്ടർ ഷാവുൽ അഹമ്മദ് മാഷ് നാട്ടുപോയ തങ്ങൾ നവാസ് ഉസ്താദിനെ കൊടുത്തു. പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ആലവി തങ്ങൾ, നമ്മുടെ കുറേ കാലം നമ്മുടെ ജില്ലയിൽ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട ഹാഷിം തങ്ങളുടെ മകനാണ്. ഹാഷിം തങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഒപ്പാത്തായി, പകരം മകൻ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജിക്ക് കൊടുത്തുകൊണ്ടിട്ട് അത് ഉദ്ഘാടനം ചെയ്യും. അല്ല, അടുത്ത് വരുന്നുണ്ട് അതിനോട് കളിപ്പിക്കല്ല. അല്ലാഹു അക്ബർ. അടുത്തതായി ബഹുമാനപ്പെട്ട എംബിസി തങ്ങൾ അവിടെ ഷാഹുൽ അമീദ് മാസ്റ്റർക്ക് കൊടുത്തുകൊണ്ട് 2 പേരെയും ക്ഷണിക്കുക. ഇനി 3-മതായി ആറ്റക്കോയ തങ്ങൾ നവാസ് ഉസ്താദിന് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നവാസ് ഉസ്താദ് ഇതാ. അടുത്തേതാന്ന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അലി ബാലവി തങ്ങൾ. അങ്ങനെ കളിച്ചാലാകും, ഓരോരുത്തർ പരിപാടി നിശ്ചയിച്ചില്ലേ? ഏത് ആയിക്കോട്ടെ, കിട്ടും ഇതാ. മൈക്കാൻസ് കത്തൂല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد رحمة للعالمين وعلى آله النجباء النخباء وأصحابه الرحمن الأمناء وعلى من اتبعهم بإحسان ومن دعا بدعوتهم إلى يوم الدين. أما بعد. ബഹുമാനികളെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഹഫിളഹുല്ലാഹ് അവരുടെ വളരെ അമൂല്യമായ വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ
ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഈ സദസ്സിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു ബർക്കത്തിന് വേണ്ടി, ഈ സദസ്സിന്റെ ബർക്കത്തിന് വേണ്ടി ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട്, അവരുടെയൊക്കെ ദുആ ലഭിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാനിത് കാണുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഹദ്റമിയായ അഷ്ശൈഖ് ഹസൻ ഷദ്ദാദ് ഉമർ അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹഗീതങ്ങൾ മനോഹരമായി രചിച്ചിട്ടുണ്ട്. കേരളത്തിൽ വന്നിരുന്നു. ബഹുമാനപ്പെട്ടവര് പറയുന്നത് ബിദിക്രി റസൂലില്ലാഹി തഹ്യാ ഖുലൂബനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണ തന്നെ ഹൃദയത്തിന് ഹയാത്ത് നൽകുന്നതാണ്. ബിദിക്രി റസൂലില്ലാഹി തഹ്യാ ഖുലൂബനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വനൽഖാ ബിഹി ഫൗസൻ വനഹ്വാ ബിഹി നസ്റാ. അതിലൂടെയാണ് നമ്മുടെ എല്ലാ സൗഭാഗ്യവും വിജയങ്ങളും എല്ലാം നാം നേടുന്നത്. അയാ ആശിഖൽ മുഖ്താരി തഹ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക പ്രേമികളെ, നിങ്ങൾക്ക് തന്നെയാണ് ലക്കൽ ഫൗസു ഫിദ് ദുനിയ ലക്കൽ ഫൗസു ഫിൽ ഉഖറ. സമ്പൂർണ്ണമായ വിജയം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് എപ്പോഴും ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ മാത്രമല്ല യഖ്ലത്തിലും കണ്ടുകൊണ്ടിരുന്ന ആ മഹാനായ പ്രവാചക പ്രേമി ബഹുമാനപ്പെട്ട അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു പാടുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദ് മഷ്ഹൂർ തങ്ങൾ എൻ്റെ അടുത്ത ബന്ധുവാണ്. മാത്രമല്ല ഇവിടെ കിതാബ് ഇപ്പോൾ ഉസ്താദ് ഇവിടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു അവരുടെ കിതാബാണ്. ആ കിതാബ് രചിച്ച മഹാനവറുകളുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉപ്പാപ്പ. അവര് ഹദ്ദാദിന്റെ എനിക്ക് ഇജാസത്ത് കോയമത്തങ്ങൾ മുഖേന ലഭിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. അതായത് മമ്പുറം തങ്ങൾ വഴി ബഹുമാനപ്പെട്ട സയ്യിദ് അലിയുൽ മഷ്ഹൂർ തങ്ങൾ വഴി, സയ്യിദ് അലവിയുൽ മഷ്ഹൂർ തങ്ങൾ വഴി ആണ് കുതുബി തങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ഈയിടെ മമ്പുറം തങ്ങളെ കുറിച്ച് ഭയങ്കര റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അവര് അത്ഭുതത്തോടു കൂടി പറഞ്ഞു, ഇത്രയും വലിയൊരു സനത് ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങളെ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. അങ്ങനെയുള്ള വലിയ സാദാത്യങ്ങളുടെ അനുഗ്രഹീതമായ സാന്നിധ്യം, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആലിമീങ്ങളും അതുപോലെ തന്നെ ഉസ്താദിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് വളരെയധികം സന്തോഷം പകരുന്നതാണ്. ഈ പ്രകാശനം ചെയ്ത മഹത്തായ കിതാബ് അത് എനിക്ക് നോക്കാൻ തന്നെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നബീൽ മന്നലാങ്കുന്ന് അവരെനിക്ക് ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി തന്നിരുന്നു, അഥവാ അന്ന് വന്നപ്പോൾ. അതുപോലെ തന്നെ എൻ്റെ PDF. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ അമൂല്യ രത്നങ്ങളടങ്ങിയ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഒരു പണ്ഡിതൻ, പ്രസാധകനായ പണ്ഡിതൻ എന്നോട് പറഞ്ഞു, കേരളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ പറയുന്നത് ഒരു പണ്ഡിതോചിതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും 100% പരിപൂർണമായിട്ടും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സാധിക്കും. അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഈ അമൂല്യരത്നമായ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് കൂടുതൽ വിശദീകരണങ്ങളോടുകൂടി അടുത്ത വർഷങ്ങളിൽ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അതിനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇൽമ് അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള ഒരു രേഖീയമായ അവലംബമായിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. പരിശുദ്ധമായ വാക്യം ഒഴിഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹീതമായ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട എം പി കോയ തങ്ങൾ അവരുടെ ആശംസാ പ്രസംഗം പറഞ്ഞാലും
مغفرته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأهل بيته وصحبه أجمعين. الحمد لله ഓർക്കാൻ സാധിച്ചു അള്ളാഹുവിനെ ആദ്യം മനസ്സിലാക്കുന്നത് അൽഹംദുലില്ലാഹ്. മഹാനായ ഉസ്താദിൻ്റെ ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് വായിക്കും ഇൻഷാ അല്ലാഹ്. ഉസ്താദിനൊക്കെ ദീനിയ സേവനം ചെയ്യുന്ന തൗഫീഖ് നൽകട്ടെ, അൽഹംദുലില്ലാഹ് നൽകട്ടെ. ഉസ്താദിൻ്റെ ഷാജിമാർ എല്ലാവരും ക്ഷമിക്കട്ടെ. നമുക്ക് സമീപിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين صلى الله عليه وسلم وعلى آله وأصحابه الفائزين. شربنا ليلة الجمعة وكانت ليلة القدر بكأسات وطأسات مع المحبوب للفجر. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. واعلموا يا أمة سيدنا ومولانا محمد അള്ളാഹുവേ മഹ്ലായ ഫദ്ല് കൊണ്ട് നിന്റെ ഹബീബുൽ അഅ്ലമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് നീ നിന്നെ സ്നേഹിച്ച നിന്റെ ആലിഫീങ്ങളെ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ ഇജ്തിമാദി കബൂലാക്കണേ മന്നാനെ. ഞങ്ങളെ ഇവിടെ നീ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഞങ്ങളെ മക്കള്, ഞങ്ങളെ അഹലുകാർ, ഞങ്ങളെ മാതാപിതാക്കൾ എല്ലാവരെയും ഹബീബുൽ അഅ്ലമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങിക്കാൻ നിന്റെ പരിശുദ്ധ ലിഖാ കണ്ട് ആനന്ദിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, അതിമഹത്തായ അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സദസ്, മൂന്നാമത്തെ ഇൽമിന്റെ സദസ്, ദിക്റിന്റെ സദസ്. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് നമ്മുടെ ഹൗലും കൂവത്തല്ല, ഞാൻ പണ്ടേ ഞാൻ പറയുന്നുണ്ട്, നമ്മളൊരു ഹൗലും കൂവത്തല്ല, നമുക്ക് അതിന് ഒരു കഴിവുമില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇങ്ങയുടെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ അള്ളാഹു അതും തന്നെ ഹബീബുൽ അഅ്ലമായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയുന്ന ആ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം തങ്ങളെ സംബന്ധിച്ചുണ്ടാക്കിയ ആ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ഉദ്ഘാടന വേളയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ നഫ്സിനോട് നിങ്ങളോട് പറയാനുള്ളത്, ആ പുസ്തകം പല പ്രാവശ്യം ഉസ്താദ് ആ പള്ളിയിൽ 2 ദിവസം മുമ്പ് വയലു പറയുന്ന സമയത്ത് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തിരിയൂല, പക്ഷെ നിങ്ങൾ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സംശയങ്ങൾ ഉസ്താദിനോട് ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ഹബീബുൽ അഅ്ലമായ സയ്യിദുനാ ആ പൊന്നാര പൂവിനെ, ആ പൊന്നാര ഹബീബിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ജീവിതത്തിന് നമുക്കൊരു ജീവിതം, നല്ലൊരു ജീവിതം എങ്ങനെ നടക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ ജനങ്ങളോട് പെരുമാറണം, എങ്ങനെ വീട്ടിൽ നിന്ന് പെരുമാറണം, ആ നിലക്ക് നമ്മുടെ ജീവിതം, ഇനിയുള്ള ശിഷ്ടകാല ജീവിതം. ഈ സദസ്സിൽ 60 വയസ്സുള്ളവരുണ്ട്, 70 വയസ്സുള്ളവരുണ്ട്, 80ന്റെ അടുത്തുള്ള വയസ്സുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. സാധുവായ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് യാതൊരു ഗ്യാരണ്ടി ഇല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയുള്ള ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ ത്വഅത്തിലായി ജീവിച്ച് അഷ്റഫുൽ വറാ മുത്ത് റസൂലുള്ളാഹി അങ്ങേറ്റ മഹബത്ത് വെച്ചുകൊണ്ട് തങ്ങളെ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്
അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഈ സംരംഭം നീ ഖിയാമത്ത് നാൾ വരെ തലമുറകളായിട്ട് നീ ബാക്കിയാക്കി തരണേ മന്നാനെ. പ്രത്യേകിച്ച് ഉസ്താദ് ചെയ്യുന്ന സേവനം അള്ളാഹുവെ അളക്കാൻ കഴിയില്ല റബ്ബേ. ഉസ്താദിന്റെ മുട്ടുവേദന, പെരടി വേദന, എല്ലാ രോഗങ്ങളും ഈ മജ്‌ലിസിന്റെ ബർക്കത്തോട് ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. ഈ കിതാബിന്, ഈ ഗ്രന്ഥത്തിന് പ്രത്യേക വില കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ നബിയിൽ ഉസ്താദ് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ അതുകൊണ്ട് നല്ലൊരു സംഖ്യ നിങ്ങൾക്ക് ആവുന്ന എത്രന്നില്ല നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംഖ്യ ഇതിന്റെ ഒരു വിലയായിട്ട് ഒരു തൃപ്തിയോടുകൂടി ഒരു അതിയായിട്ട് കൊടുക്കണമെന്ന് ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് തോഫിക്കുകയും ആറാവട്ടെ. നമ്മളെ ആക്കുപറ്റുള്ള നന്നാക്കി തരുമാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അല്ലാഹു കബൂൽ ചെയ്യും. ബഷീർ ഉസ്താദ് 2 കലിമത്ത് ബിസ്മില്ലാ തങ്ങൾ കൈനോട്ടം കുറിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، نريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനാദരവുള്ള ഒരു മാസം ലോകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും അധികം ശ്രേഷ്ഠരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെറിയ ചരിത്രത്തിന്റെ രേഖ, എന്തുകൊണ്ടും പ്രാപ്തിയുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഴത്തിലറിഞ്ഞ നമ്മുടെ ബഹുമാനരായ ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ ബഹുമാനപ്പെട്ടവരുടെ ഉദ്ധരണികളിൽ നിന്നും എടുത്തു ചേർത്ത് എഴുതിയ നല്ലൊരു എഴുത്തുകാരനായ നബീൽ മഹദി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ പ്രകാശന ചടങ്ങ് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. എൻ്റെ മുതാലിമായ പ്രായം മുതൽക്ക് പരിചയമുള്ള 3 സയ്യിദന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന പ്രകാശന ചടങ്ങ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 പേരക്കുട്ടികൾ അല്ലാഹു നമുക്ക് ഈ സദസ്സിന് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. ഈ പുസ്തകം വായിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കി അതിൻ്റെ വലിയ ഒരു വിശദീകരണത്തിലേക്ക് നമ്മളെല്ലാവരും ആർത്തിയോടുകൂടെ കാത്തു നിൽക്കണം. അതിന് വേണ്ടി ഉസ്താദിൻ്റെ ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതിന് എഴുതാൻ തയ്യാറായ നബീൽ മുഹബിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിനുള്ള സാഹചര്യങ്ങൾ ഒക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അത് നാം നല്ല രീതിയിൽ അത് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഗത ഭാഷണത്തിൽ നമ്മുടെ നദീബ് ഉസ്താദ് പറഞ്ഞ വിഷയത്തിൽ ഒറ്റൊരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഈ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് നടക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ അത്യാവശ്യം ആണ് എന്നൊക്കെ സൂചിപ്പിച്ചു. പലതും അങ്ങനെ തന്നെയാണ്. പക്ഷെ പലതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പല അനാവശ്യങ്ങളും വേണ്ടാത്ത പല കാര്യങ്ങളും കടന്നുകൂടുന്നുണ്ട് എന്നുള്ളതാണ് ഖേദകരമായ യാഥാർത്ഥ്യം. സദസ്സ് ഒരു പൊതുപരിപാടി നടത്തുന്ന സമയത്ത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ മറയില്ലാത്ത അവസ്ഥ, അതുപോലെ ബുലൂഗെത്തിയ പെൺകുട്ടികളുടെ മാലകളും പാട്ടുകളും പരസ്യമായി പ്രദർശിപ്പിക്കപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഹറാമായ കേൾവികൾ, അതുപോലെ വേണ്ടാത്ത അലങ്കാരങ്ങൾ ആവശ്യത്തിന് ഒക്കെ നല്ലത് തന്നെ. പക്ഷെ നട്ടപ്പാതിരാക്കൊക്കെ ഇങ്ങനെ കത്തിയിട്ട് വെറുതെ പൈസ കളയും. അതുപോലെ ചൂട്ടുകാട്ടിലൊക്കെ ആവശ്യമില്ലാത്ത രീതിയിൽ അതുപോലെ ഹറാമായ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ
വേണ്ട ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും അതിനെതിരെ ശബ്ദിക്കണം, അതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് സാന്ദർഭികമായി നജീർ മോബിയുടെ ആ വാക്കിൽ നിന്നും ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് ചെറിയൊരു സൂചന മാത്രം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ വേദിക്ക്, ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നവാസ് ഉസ്താദ് അവർ അല്പസമയം ആശംസാ പ്രസംഗം നടത്തുന്നു. ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلاة تليق بجماله وجلاله وكماله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله تعالى നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്ന് നമ്മൾക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാം. അൽഹംദുലില്ലാഹ്, ഇതുപോലത്തെ ഒരു കിതാബ് നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഒരുപാട് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ചെറിയൊരു മലയാളത്തിലുള്ള ബുക്കാണെങ്കിലും ഒരുപാട് കിതാബിലുള്ള അറിവാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. രണ്ടാമത്തേത്, ഇത് അള്ളാഹു സ്വീകരിക്കണം, അള്ളാഹു കബൂലാക്കട്ടെ. ഇമാമികളുടെ കിതാബുകൾ അള്ളാഹു തആല കബൂലാക്കിയത് കൊണ്ട് ഇത് നമ്മുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് നമ്മൾ ദർശെടുക്കുന്നു. എത്ര ആയിരക്കണക്കിന് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത്. ഒരുപാട് കിതാബുകളുണ്ട്. അന്ന് അതിന് വായിക്കപ്പെടാത്ത കിതാബുകളുണ്ട്, പഠിപ്പിക്കപ്പെടാത്ത കിതാബുകളുണ്ട്. പക്ഷെ അൽഹംദുലില്ലാഹ് അതിൻ്റെ ഇടയിൽ അള്ളാഹു തആല കബൂലാക്കി ഇഷ്ടപ്പെട്ട കിതാബുകൾ ഇന്നും ആളുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വായിക്കുന്നു, പഠിക്കുന്നു, ജീവിതം നന്നാക്കുന്നു. അതുപോലുള്ള ഒരു കിതാബായി അല്ലാഹു തആല നമ്മുടെ ഉസ്താദിന്റെ കിതാബിനെ കബൂലാക്കട്ടെ. ഇത് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുപോലെ ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു കാലിനും കയ്യിനും എല്ലാ അവയവങ്ങൾക്കും അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് പൂർണ്ണമായ ആഫിയത്തും സിഹത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എല്ലാവരും ദുആ ചെയ്യാം. ഈ സദസ്സിൽ പ്രത്യേകം പ്രസംഗിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉസ്താദിന്റെ ക്ലാസ് തന്നെ അൽഹംദുലില്ലാഹ് അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ ഉസ്താദുമായി ചർച്ച ചെയ്യണമെന്നോ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും അൽഹംദുലില്ലാഹ് അത് ഉസ്താദ് നല്ല പ്രായത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത് അള്ളാഹു അറിയിപ്പിക്കുന്നതാണ്. ഉസ്താദിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും അള്ളാഹുവിനോടാണല്ലോ നമ്മൾ ചോദിക്കുന്നത് ഇൽമിനെ. അതുകൊണ്ട് അള്ളാഹു തആല നീ പറയിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി ക്ലാസ്സിൽ വരിക. ഉസ്താദുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ കിട്ടണം, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ പറ്റണം, കാമിലായ ഇത്തിബാ അഖ്വാലിലും അഫ്ആലിലും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സദസ്സും ഈ ക്ലാസ്സും എല്ലാം. അള്ളാഹു അത്തരത്തിൽ നമ്മളെല്ലാവരും കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്തു നിർത്തുന്നു. അള്ളാഹു ഈ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ. സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തരട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ, മുസ്ലിമായി മരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂട്ടത്തിൽ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വഹദ് സലീം അവരുടെ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين. ബഹുമാനപ്പെട്ട ഉസ്താദ് വിളിച്ചതുകൊണ്ട് അനുസരിച്ച് വന്നതാണ്. സംസാരിക്കാൻ ഞാൻ അർഹനല്ല, കൽപ്പന സ്വീകരിച്ചിട്ടാണ്. അതിൽ നിങ്ങളോടൊക്കെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാൻ കഴിഞ്ഞതിൽ
നിങ്ങളൊക്കെ സ്ഥലം അടക്കിയതിലുള്ള സന്തോഷം, അതുതന്നെയാണ് ഒന്നാമത്തെ അതിന് കിട്ടിയ ഭാഗ്യം. ഉസ്താദിൻ്റെ പുതിയ പുസ്തകത്തിൽ ആമുഖത്തിൽ ഉസ്താദ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഇതിൽ വല്ലതും ഉപകാരം എടുക്കുന്നവർക്ക് അതുപോലെ അതിൻ്റെ വല്ലതും ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പ്രത്യേക ദ്വാ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ദ്വാ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി നമ്മളിത് ഫുള്ള് വായിക്കുകയും കാരണം റിയാദുസ് സാലിഹിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഉപകാരം കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദ്വാ. അതുപോലെ ആ ദ്വായിൽ ഇങ്ങനെ നമുക്ക് നമ്മളെ മക്കളും കുടുംബവും അതുപോലെ ആർക്ക് നമ്മൾ കൈമാറുന്നവർക്ക് ആ ദ്വായിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. ഇതിന്റെ പിന്നിലുള്ള പ്രത്യേകിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് എങ്ങനെ ഒപ്പിയെടുത്തോ അതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ഉസ്താദിനെ ഒപ്പിയെടുക്കാനുള്ള ശിഷ്യന്മാരുടെ ശ്രമം കാണുമ്പോൾ അസൂയയും കൗതുകമൊക്കെ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നബീൽ സാഹിബ് ഉസ്താദിന്റെ ഓരോ മുത്തുകളും പലപ്പോഴും സംസാരങ്ങളിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമുക്ക് ലഭിക്കും. വളരെ സന്തോഷകരം. അങ്ങനെ ഒപ്പിയെടുത്ത് ഉസ്താദന്മാരെ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക, അവരുടെ സന്ദേശം കൂടുതൽ എത്തിക്കാൻ ശ്രമങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഊത് നമ്മളെ ഏറ്റവും വിലപിടിപ്പുള്ള വൃക്ഷമാണല്ലേ, പക്ഷെ ആ ഊത് സുഗന്ധം നൽകണില്ലെങ്കിൽ അത് വെറും കൊള്ളിക്കഷ്ണം മാത്രമാണ്, വർഗ്ഗകഷ്ണം മാത്രമാണ്. അപ്പോൾ സുഗന്ധമുള്ള ഊതാകാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷാദുദ്ദീൻ ദാരിമി തബ്ബലല്ലാഹു അംറഹു നമ്മുടെ പള്ളിയിലെ ഖതീബ് കൂടിയാണ്. ബഹുമാനപ്പെട്ടവരെ പ്രത്യേകമായി ക്ഷണിക്കുക. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, ആദരണീയരായ ഉസ്താദവർകളെ, അഭിനന്ദരായ സാദാത്യങ്ങളെ, ബഷീർ ഉസ്താദ്, നവാസ് ഉസ്താദ്, മറ്റ് ഇഖ്വാനികളെ, ജീവിതത്തിലെ അസുലഭമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യട്ടെ. മണിമുത്തുകൾ നിറഞ്ഞ നല്ല ഒരു രചന ഇവിടെ പ്രകാശിതമായിരിക്കുകയാണ്. 3 ഭാഗ്യം ചെയ്ത സയ്യിദന്മാരുടെ തൃക്കരങ്ങളാൽ അള്ളാഹു നമ്മുടെ സയ്യിദന്മാർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അഭിയോധരായ ബാലവി തങ്ങൾ, ഞാൻ നീലീശ്വരം മർക്കസിൽ ചാലിത്ത് ഉസ്താദും പുറപ്പാട് ഉസ്താദും അള്ളാഹു അവരുടെ പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവിടെ മീസാൻ ഓതുന്ന കാലത്ത് ബാലവി തങ്ങൾ മുഖ്തസർ ഓതുന്നുണ്ട്. അന്ന് ഞാൻ ഫാലോ ഓതാണ്, തങ്ങൾ മുഖ്തസറിലേക്കാണ് വന്നത്. അന്നത്തെ കാലത്ത് ഞങ്ങളെയൊക്കെ കൗതുകപ്പെടുത്തിയ ഒരു മുത്തല്യമായിരുന്നു തങ്ങൾ, ബാലവി തങ്ങൾ. കാരണം അന്ന് ചാലി ഉസ്താദ് മുത്തവലിലുള്ളവർക്ക് അറബി മജല്ലാത്തും ജറായിദുകളും, അത് പത്രങ്ങളും അറബി മാസികകളും ഒക്കെ മുത്തവലിലുള്ളവർക്ക് വായിച്ചു കൊടുക്കാൻ വേണ്ടി മുഖ്തസറിലുള്ള ബാലി തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേ ഒരു കൗതുകത്തോടെ കാണുന്ന വ്യക്തിത്വമാണ്. അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഇപ്പൊ ദാറുൽ ഹസനാത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തുണ്ട്. അൽഹംദുലില്ലാ. ഞാനൊന്ന് പരിചയപ്പെടുത്തി തന്നു എന്ന് മാത്രം. അപ്പോ എന്തായിരുന്നാലും സയ്യിദന്മാരുടെ പുണ്യ സാന്നിധ്യത്തിലാണ് നമ്മുടെ ആദരണീയരായ ഉസ്താദ് അവറുകളുടെ മണിമുത്തുകൾ നിറഞ്ഞ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും മറ്റ് പുസ്തകങ്ങളിൽ നിന്നൊന്നും ലഭിക്കാത്ത ഒരുപാട് മുത്തുകൾ പോലെയുള്ള വിവരങ്ങൾ തന്നെ ലഭിക്കുന്ന പുസ്തകമാണിത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമായി നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത് ഈ പുസ്തകം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവിനെ മുഅ്മിനീങ്ങളുടെ അകതാരിൽ പ്രതിഷ്ഠിക്കാൻ നമുക്കൊക്കെ കഴിയണം. അതിന് ഈ പുസ്തകം പ്രചരിപ്പിക്കണം. അൽഹംദുലില്ലാ, നല്ലൊരു മജ്ലിസിലാണ് നമ്മളുള്ളത്. അഥവാ ഹബീബിന്റെ പൊരുത്തത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. അങ്ങനെയുള്ള ഒരു നേതൃത്വമാണ് ആദരണീയരായ ഉസ്താദ് അവറുകൾ. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അവിടുത്തെ തിരുസന്നിധിയിലൂടെ
ഹബീബിനെ കൂടുതൽ അറിഞ്ഞ് ആ ഹബീബിന്റെ പൊരുത്തത്തിലെത്തി, റബ്ബിന്റെ പൊരുത്തത്തിലെത്തി, പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. സർവ്വവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 മിനിറ്റ് പറയാൻ വേണ്ടി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മലേഷ്യ ആദരവോടെ ക്ഷണിക്കും. أرحبكم بتحية الإسلام والمسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله. വളരെ അനുഗ്രഹീതമായ ഒരു മജ്‌ലിസ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ കൂടെ ഉംറക്ക് പോകുന്നു അടുത്ത ആഴ്ച 14-ാം തീയതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സാവാച കർമ്മണ എന്തെങ്കിലും എൻ്റെ വക്കിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ട് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് അവരോടൊക്കെ വളരെ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് മഖ്ബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തൊക്കെ നിർവഹിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഉസ്താദിന്റെ കൂടെ പോകാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. ഉസ്താദ് ഈ റബീഉൽ അവ്വൽ അടുത്തുണ്ട്. ഇപ്രാവശ്യം ഇതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് നല്ലോണം ദുആ, വേറൊന്നുമില്ല. അപ്പോൾ സാധാരണ പൈസ വേണം എന്തായാലും, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഉസ്താദിന്റെ കൂടെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ ആ കൂട്ടത്തിലാണ് ഇപ്പൊ എനിക്ക് വലിയ തൗഫീഖ് കിട്ടുന്നത്. ദ്വാരന്ന് കഴിയുമ്പോഴേക്കണ്ടേ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് ഒരാൾ ഓഫർ ചെയ്തു, എനിക്ക് ഉംറയുടെ പൈസയാണ് തരാം. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു തൗഫീഖ് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടാവും പരിഹാരം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം നിങ്ങളെയൊക്കെ ഇൻഷാ അല്ലാഹ് ദുആയിലുണ്ടാകും. പൊരുത്തപ്പെടുക, ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന മുഅ്മിനീങ്ങളെ, ഇനി കൂടുതൽ ഒന്നും സംസാരിക്കാനുള്ള അവസരമല്ല. മാത്രമല്ല, ഇന്ന് ഭക്ഷണം നൽകാനേറ്റിരിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പിതാവിന് വേണ്ടി പ്രത്യേക ദ്വാ നടത്താൻ തങ്ങന്മാരോടും സദസ്സിനോടും അപേക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതും സലാം ചൊല്ലുന്നതും തങ്ങളുടെ മദഹിനെ കുറിച്ച് പറയുന്നതൊക്കെ ആ ശറഫാക്കപ്പെട്ട ഹദ്റത്ത് മലായികത്ത് മുഖേന എത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന് പലതരത്തിലുള്ള ബൈനത്തുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗ്രന്ഥം ഉണ്ടാക്കൽ കൊണ്ട് ദുന്യവിയായ ഒരൊറ്റ നേട്ടവും ആരും തന്നെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നത് ഒരു ഹക്കാണ്. ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പദ്യ സമാപനത്തിൽ പറഞ്ഞില്ലേ, ഈ കസീദ കൊണ്ട് ദുന്യാവിൻ്റെ ഒരു നേട്ടങ്ങളും ഒരു ആനുകൂല്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ ജാഹിലിയ കാലത്ത് കവികൾ പലതും അങ്ങനെ നേടിയിട്ടുണ്ട്. അതെനിക്ക് വേണ്ട. തങ്ങളുടെ പ്രീതി, തങ്ങളുടെ ശഫാഅത്ത്, തങ്ങളുടെ തിരുനോട്ടം, അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. താഹിയത്തുൽ ഖതീബ് എന്ന ഒരു മഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. ആരാണ് എൻ്റെ ഗ്രന്ഥകർത്താവ്? അബ്ദുൽ ഹമീദുൽ ഖതീബ് റളിയല്ലാഹു അൻഹു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ ദീർഘകാലം ഇമാമത്ത് നിർവഹിച്ച ഇമാമും ഖതീബുമാണ്. പല വിഷയങ്ങളിലും വലിയ ഉന്നതരായ ആലിമായിരുന്നു. ബഹുമാനപ്പെട്ടവർ 30 കൊല്ലം കഠിനാധ്വാനം ചെയ്തുകൊണ്ടുണ്ടാക്കിയ കസീദയാണ് താഹിയത്തുൽ ഖതീബ്. അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇത് അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തെളിവ് കിട്ടി എന്ന്. അതിന് ഉദാഹരണം പറഞ്ഞത്, ഈ കസീദയുമായിട്ട് റൗള ശരീഫ് സിയാറത്തിന് പോയി. അവിടെ ഒരു മഹാനായ വ്യക്തി ബഹുമാനപ്പെട്ടവരെ കാത്തിരിക്കുകയാണ്. അതിൽ പറയുന്നു, നിങ്ങളാണോ അബ്ദുൽ ഹമീദ് ഖതീബ് എന്നറിയപ്പെടുന്ന ആള് എന്ന് ചോദിച്ചു. പരിചയപ്പെട്ടു. അതെ, എന്നാ വരൂ എന്ന് പറഞ്ഞ് കൈപിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ
നിങ്ങൾ വളരെ അധ്വാനിച്ച് വളരെ ഇജ്തിഹാദ് ചെയ്ത് രചിച്ച ഒരു ഗ്രന്ഥമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹുജറത്തിൻ്റെ മുഖതാബിൽ ഇരുന്നുകൊണ്ട് ഈ മജ്ലിസിൽ എനിക്ക് പാടി കേൾപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ചെല്ലണമെന്നും ആ കസീദിന് ലാസ്റ്റ് പറഞ്ഞു. അതുപോലെ തങ്ങളുടെ ഹദറത്തിൽ ഇതൊരു കബൂലിയത്തിൻ്റെ അതിൻ്റെ വക്കത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ചില അലാമാത്തുകൾ പലർക്കും മുഹിബ്ബീങ്ങൾക്കും അനുഭവപ്പെട്ടതുണ്ട്. അതൊന്നും തുറന്ന് പറയൂല, പിരിഞ്ഞെടുത്താലും പറയൂല, അതിനുണ്ടെന്ന് മനസ്സിലാക്കുക ആ കൊലത്തിൽ. പക്ഷേ ഇതിന് പ്രത്യേകമായ വിലയോ അല്ലെങ്കിൽ ഇന്നത് കിട്ടണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. എങ്കിലും ഇതിന് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ഏതാണ്ട് ഒരു വർഷത്തിലേറെ ഇതിന് വേണ്ടി സമയം കണ്ട് പ്രത്യേക റൂം എടുത്ത് ഹൽവത്തിലിരുന്നിട്ട് ബഹുമാനപ്പെട്ട നബീൽ അവറുകൾ ഇതിനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ ഹദിയ കൊടുക്കണം, വിലയല്ല ഹദിയ. ഹദിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. തങ്ങൾ എന്ത് കൊടുത്താലും ഹദിയ സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന് തൗറാത്തിലും ഇഞ്ചീലിലുമുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. തങ്ങൾക്ക് ഹദിയ കൊടുത്ത് സദക്ക അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പ്രത്യുപകാരം തങ്ങൾക്ക് സ്വീകരിക്കാറില്ല. അതുപോലെ നിങ്ങൾ നബിയിൽ നിന്ന് മനസ്സിലാക്കണം എന്നേ ഈ അവസരത്തിൽ പറയുന്നുണ്ട്. ഇതിന് മൂന്നാമതായി പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖോടുകൂടി ഉംറക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽപ്പെട്ട പലരും ഒന്നിച്ചുണ്ട്. അതുപോലെ തന്നെ നവാസ് ഉസ്താദ് ഉണ്ട്, അബ്ദുൽ ഖാദർ മലേഷ്യ ഉണ്ട്, അഷ്റഫുണ്ട്. അങ്ങനെ പല നാടുകളിൽ നിന്നും മദീനയിലോ മക്കത്തോ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒന്നിച്ച് കൂട്ട സിയാറത്ത് നടത്താൻ തയ്യാറായ പല ഇഖ്വാനികളുമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇവിടുന്ന് ഏണി കയറാൻ പോലും കുറച്ച് പ്രയാസം. ശിക്കായത്ത് പറയല്ല, വെറുതെ പറയുകയാണ്. ഏണി കയറാൻ പോലും പ്രത്യേകം വിഷമിക്കുന്ന ഈ അവസരത്തിൽ അവിടെ പോയാൽ കാൽനടയല്ലാത്ത മറ്റൊന്ന് അവിടെ ഇബാദത്തായിട്ടില്ലല്ലോ. തവാഫായാലും ശരി, ശയ്യായാലും ശരി, കാൽനടയാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഗനീമത്തെടുക്കാനുള്ള ഒരാരോഗ്യാവസ്ഥ ഉണ്ടാകണം എന്ന് നിങ്ങളെല്ലാവരും ദുആയിൽ പ്രതീക്ഷിക്കുന്നു. അതിനാക്കാണ് വലിയൊരു കേന്ദ്രത്തിലേക്ക് നമുക്ക് പോകാനില്ല. ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച പുണ്യസ്ഥലമുണ്ടെങ്കിൽ രണ്ട് ഹറമാണ്. അതിൽ മദീന ശരീഫിൻ്റെ ഹറമിനാണ് പ്രാധാന്യമെന്ന് വഅദുൽ അയിമ്മത്ത് മാലിക് ഇമാമിനെ പോലത്തവർ രേഖപ്പെടുത്തി. അല്ല മക്കത്തിനാണോ പ്രാധാന്യം എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ഇത് എവിടെയാണ് ഹറമിനെ സംബന്ധിച്ചും ഹറമും തമ്മിലുള്ള ഖിലാഫാണ്. എന്നാൽ പ്രത്യേകമായ ജുസ്ഇയായ ഒരു സ്ഥലം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാതി ബയഅദിലു തുർബല്ലം മഅലുമഹു ആ സ്ഥലത്ത് അതിനേക്കാണ് പുണ്യമായൊരു സ്ഥലം. സ്വർഗം പോലും ഇല്ല, ജന്നാത്തുൽ ഫിർദൗസ് പോലും ഇല്ല എന്ന് അയിമ്മത്തുകൾ ഏകോപിപ്പിക്കാരാണ്. അതിലേക്ക് എത്തിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യലാണ് ലക്ഷ്യം. അതിന് വേണ്ടുന്ന എല്ലാ ദുആയും നിങ്ങളുടെ വക്കുന്നുണ്ടാവണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ വരുന്നാഴ്ച ചിലപ്പം ക്ലാസ്സിനെത്തൂല, കാരണം ഞങ്ങൾ 13-ാം തീയതിയാണ് പോകുന്നത്. അതുകൊണ്ട് അധികാരിയില്ലെങ്കിൽ നികുതി വെക്കണ്ടെന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു മദ്ഹബ് നമുക്കുണ്ടാകാൻ പാടില്ല. ക്ലാസ് സജീവമാകണം. നമ്മുടെ ക്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലേക്ക് എത്തിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. അവിടുത്തെ സലാത്തും സലാമും തിരുനോട്ടവും നമുക്കുണ്ടാവണം. ഉമ്മത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഉറ്റുനോക്കുക. കണ്ടില്ലേ, ഏറ്റവും മുൻകശിഫ് അസ്റാർ സബ് ഗൈബ് ഷഹാദത്തിക്ക് ഏറ്റവും ഹാലത്തെ ഉമ്മത്ത് എല്ലാ അസ്റാറുകളും തങ്ങളെ സംബന്ധിച്ചുള്ള മുൻകശിപ്പാണ് എന്ന് തെളിവുകളുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ തങ്ങളുടെ മുമ്പിൽ ഉമ്മത്തിൻ ഹാലത്ത് വളരെയധികം തുറന്നു കാണിക്കപ്പെടുകയാണ്. സന്തോഷിക്കേണ്ട കാര്യത്തിന് സന്തോഷിക്കുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു, ദുഃഖിക്കേണ്ട കാര്യത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് തങ്ങൾ
തങ്ങളുടെ മോചിതത്താണ് ഖുർആൻ. ആ ഖുർആനിനെ അതിൽ കൂടി അള്ളാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൽബിൽ അങ്ങ് കയറണം. അതാ ഖുർആൻ. ആ രൂപത്തിൽ നിങ്ങളെല്ലാം സജീവമായി പങ്കെടുക്കണം. ബഷീർ ഉസ്താദ് ഉണ്ടാകും, അതുപോലെ തന്നെ ദാരിമി ഉസ്താദ് ഉണ്ടാകും. അതോടെ നിങ്ങൾ വളരെയധികം സഹകരിക്കണമെന്ന് ഉണർത്തുന്നു. നിങ്ങളുടെ ദ്വായ ഉണ്ടാവണം. അശ്വരം 2 കലിമത്ത് യാത്ര പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്ന് പറഞ്ഞോ. എന്റെ വാക്കുകളൊന്നും ഇതിലില്ല. വലിയ നിർദ്ദേശം കൂടെയല്ലെങ്കിലും പൂർത്തീകരിച്ച് തന്നിട്ടില്ല. മണിക്കൂറുകൾ ബാക്കിയിരിക്കണം. അതിനുവേണ്ടി തൗഫീഖ് ചെയ്യണം. അല്ലാഹുവിനോട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നതിനോടുകൂടി വല്ല പാകപ്പിഴകളും വന്നിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ടോ പലതിനും ഇടപെടുന്നതാണ്. നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു തരണം. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നതെന്ന് സയ്യിദുനാഹു ആലിമീങ്ങളോട് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് മേൽപ്പറയപ്പെട്ട ആ സഹോദരൻ്റെ പിതാവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ സാദാത്യങ്ങൾ എല്ലാവരും അപേക്ഷിക്കുക. സാദാത്യങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇദാ ഹളറത്തി സയ്യിദുനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو